പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ സ്പീക്കറെ ഇന്ന് തിരഞ്ഞെടുത്ത ദിവസമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകാനായിട്ട് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം കടിപിടിയൊന്നും കൂട്ടിയില്ല. 8 തവണയോ മറ്റോ, എനിക്ക് തോന്നുന്നു 35 വർഷമായിട്ട് പുള്ളി MLA അടൂരും കോട്ടയത്തുമായിട്ട്. അടൂര് ഈ മണ്ഡലങ്ങളുടെ ഇത് വന്നപ്പോൾ പുള്ളിക്കാരൻ അവിടെ മത്സരിക്കാൻ ഒക്കാതെ വന്നപ്പോൾ തന്നെ കോട്ടയത്തുമായി 35 വർഷമായിട്ട് MLA ആയിട്ടുള്ള പുള്ളി മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ കടിപിടിക്കൊന്നും കൂട്ടിയില്ല. പുള്ളിയുടെ പാർട്ടി കൂറ് നിലനിർത്തി പുള്ളിക്കാരനോട് മത്സരിക്കാൻ പറഞ്ഞു. സ്പീക്കറായിട്ട് പുള്ളി മത്സരിച്ചു. ഏറ്റവും യോഗ്യനായിട്ടുള്ള സ്പീക്കറാണ്. അപ്പോൾ ഇതിനു മുമ്പേ ഇന്ന് മത്സരിച്ചത് തോക്കുമെന്നറിയാമായിട്ടും മൊയ്തീൻ മത്സരിച്ചു. BJPയുടെ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമുക്ക് എപ്പോഴും ഓർമ്മയില്ല. ചടയമ കൊണ്ട് ജയിച്ച പുള്ളി മത്സരിച്ചു. അവർക്ക് 3 വോട്ട്, ഇവർക്ക് 35 വോട്ട് കിട്ടി. അപ്പം ഞാൻ ഇന്ന് ഓർക്കുകയായിരുന്നു, O. രാജഗോപാൽ MLA ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ആദ്യമായിട്ട് MLA BJPയുടെ ആയപ്പം പുള്ളിക്കാരൻ സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ശ്രീരാമകൃഷ്ണനാണ്. ശ്രീരാമകൃഷ്ണനാണ് സ്പീക്കർ സ്ഥാനാർത്ഥി LDFൻ്റെ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാ ശ്രീരാമകൃഷ്ണൻ വോട്ട് ചെയ്തെന്ന് ചോദിച്ചോ. പറഞ്ഞു, രാമനും കൃഷ്ണനും അതിനകത്തുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുത്തു. ഏതായാലും ഇപ്രാവശ്യം BJP അങ്ങനെ ഒരു പേരുകാരനില്ലാത്തത് കാരണമാണോ, അത് മൊയ്തീൻ ആയതുകൊണ്ടാണോ, അങ്ങനെ ഒരു വോട്ട് കൊടുക്കാതെ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് കൊടുത്തു. O. രാജഗോപാൽ എന്തുകൊണ്ടാണ്, അന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ആ പുള്ളി പറഞ്ഞൊരു ന്യായം, രാമനും കൃഷ്ണനും ഉണ്ട് അതിനകത്ത്, അതുകൊണ്ട് ഞാൻ വോട്ട് കൊടുത്തു എന്നാണ്. ഏതായാലും ഈ വിവാദങ്ങൾക്കൊന്നും അടിമപ്പെടാതെ എല്ലാ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തി അവരവരുടെ വോട്ട് വിഹിതം സംഭരിച്ചു. ഏതായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ബിഗ് സല്യൂട്ടാണ്. പുള്ളിക്കാരന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്പീക്കറല്ല, പുള്ളിക്കാരന് ഈ കടിപിടി കൂട്ടി വേണമെങ്കിൽ പുള്ളിക്കാരന് വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഇവരെക്കാട്ടിലൊക്കെ യോഗ്യതയുള്ള പള്ളിയാണ്. അത്ര കറകളഞ്ഞ ഒരു മാന്യനും ഒരു കോൺഗ്രസ്സുകാരനുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.